സ്വാമിയേ ശരണയ്യപ്പ. ഞാനിപ്പോൾ ഉള്ളത് ശബരിമലയിലാണ്. ശബരിമല ദർശനം പറയുമ്പോൾ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ദർശനം അയ്യപ്പനെ കണ്ടു. പിന്നെ ഈ യാത്രയും ഭയങ്കര സുഖമായിരുന്നു. സുരക്ഷിതമായിട്ട് നല്ല അടിപൊളി ഷാപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്ര ചെയ്തു. അപ്പോൾ അതെങ്ങനെ വന്നെന്ന് കണ്ടേ നിങ്ങൾ നേരെ വീഡിയോ കാണുക. പിന്നെ അതിനു മുമ്പേ സ്വാമിയേ ശരണയ്യപ്പ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ട്രാവൽസും കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ നേരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. നേരെ വീഡിയോയ്ക്ക് എടുക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിൽ നിന്നും ഒഴുകുന്ന പുഴ. രാവിലെ ഏകദേശം ഒരു 7 മണിക്ക് കിട്ടുന്നറ സ്റ്റാർട്ട് ചെയ്തു. കുന്തിപ്പുഴയിൽ സ്നാനം കഴിഞ്ഞ് നേരെ തറവാട്ടുകാവിലേക്ക് പോയി. സ്വാമിമാർ ഏകദേശം ഒരു 5:30 മണിയോട് കൂടെ കുളിക്കും. ഇത് കിട്ടുന്നറയോട് അനുബന്ധിച്ചുള്ളൊരു കൂടിയാണ്. കുന്തിപ്പുഴയിൽ വന്നിട്ട് ഇനി തറവാട്ടുകാവിലേക്ക് പോവുകയാണ്. അവിടെയാണ് കിട്ടുന്നറ. സ്വാമി ശരണം. അച്ഛനാണ് കെട്ടുനിറയ്ക്കുന്നത്. അപ്പോൾ അച്ഛൻ ഏകദേശം 72 കാലഘട്ടത്തിൽ ശബരിമലയ്ക്ക് മല ചവിട്ടി. അന്നത്തെ കാലത്ത് ശബരിമലയ്ക്ക് കാടും ഒക്കെ വെട്ടിത്തെളിച്ചിട്ട് അത്ര പോവാറ് നടന്ന്. ഇപ്പം ഒന്ന് യാത്ര എന്ന് പറയുമ്പോൾ സുഖമല്ലേ. ഞാനിപ്രാവശ്യം കരിമല വഴി നടന്നു പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അച്ഛന് കണ്ണോപ്പറേഷൻ വന്നു. അതുകൊണ്ട് ഞാൻ മുമ്മൂർത്തി ട്രാവൽസിലാണ് പോകാൻ ഉദ്ദേശിച്ചത്. വേറെ ഒന്നുമല്ല, അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കരിമല വഴി അച്ഛൻ്റെ കൂടെ ആണ്. ഞാൻ ഏകദേശം ഒരു 8 വർഷത്തോളം പോയിരുന്നത്. ഇത് ഇപ്പോൾ 9ാമത്തെ വർഷമാണ്. ഞാൻ കുട്ടിക്കാലത്ത് 5ാം വയസ്സിൽ തുടങ്ങിയതാണ് മല ചവിട്ടാൻ. പിന്നെ ഇടയ്ക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴും എൻ്റെ കുട്ടിക്കാലത്തിന് മുമ്പത്തോടെ തുടങ്ങിയിട്ടുണ്ട് ഈ മുമ്മൂർത്തി ട്രാവൽസ്. പിന്നെ പാലക്കാട് ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ മുമ്മൂർത്തി ട്രാവൽസ് വെറും കേമാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും നമ്മൾ ട്രാവൽസിൽ പോവാണ്. അയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പ. ശബരിമല ഈ മണ്ഡലമാസം മാത്രമല്ല, എല്ലാ മലയാളമാസം 1-ാം തീയതി മുമ്മൂർത്തി ട്രാവൽസിൽ നിന്ന് പോകാറുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഒരുപാട് കുട്ടി സ്വാമികളുണ്ട്. സ്വാമി ശരണം. അപ്പോൾ ഈ മുമ്മൂർത്തി ട്രാവൽസിൻ്റെ ഓണറാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിനോദത്തെ ചോദിക്കാം, എത്ര വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് ഈ മുമ്മൂർത്തി ട്രാവൽസ് ആയിട്ട്? 45 വർഷമായിട്ട് ഈ മുമ്മൂർത്തി ട്രാവൽസ് ഞാൻ തുടങ്ങിയതാണ്. റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കണം. എല്ലാ മലയാള മാസം 1-ാം തീയതി മുടങ്ങാതെ പോകുന്നുണ്ട്. ഉള്ള ആൾക്കുള്ള വണ്ടി ഉണ്ടാവും. പിന്നെ എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഞാൻ തുടങ്ങി വെച്ചതാണ്. അയ്യപ്പൻ്റെ കടാക്ഷം കൊണ്ട് വെറുതെ ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ്. പക്ഷേ അതിങ്ങനെ റെഗുലറായിട്ട് ഇപ്പോൾ നിലവിൽ വന്നു. ഇപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ, പട്ടാമ്പി, ചെർപ്പളശ്ശേരി, കൂറ്റനാട്, മഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ആൾക്കാർ വരുന്നുണ്ട്. കൃത്യമായിട്ട് അവരുടെ താമസം, ഭക്ഷണം, എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സന്നിധാനത്ത് വിരിയുണ്ട്. അരവണയപ്പം ബൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഞാൻ വാങ്ങിക്കൊടുക്കലുണ്ട്. കാരണം സ്വാമികൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ. നമോ നമ ശിവായ. ഓം നമോ നമ ശിവായ. ഓം നമോ നമ ശിവായ. ഓം നമോ മഹേശ്വരായ. നമോ നമ ശിവായ. ഓം 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 നമോ മഹേശ്വരായ. നമ ശിവായ. ഓം നമോ നമ ശിവായ. ഓം നമോ നമ ശിവായ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമസ്തേ. നമേ നാരായണ ദേവി നാരായണ ശ്രീ നാരായണ നമേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമസ്തേ. നമേ നാരായണ ദേവി. സ്വാമിയേ ശരണയ്യപ്പ. സ്വാമിയേ ശരണയ്യപ്പ. എൻ്റെ സ്വാമിയുടെ പേരെന്താ? ശരത്ത്. ശരത്ത്. ഓക്കെ. ഇപ്പോൾ ഏകദേശം ഈ വർഷം എത്ര പ്രാവശ്യം ശബരിമലയ്ക്ക് പോയി വണ്ടി? ഇതിപ്പോൾ 15ാമത്തെ പ്രാവശ്യം. 15ാമത്തെ പ്രാവശ്യം. ഓക്കെ. എന്തായാലും നമുക്ക് പോവല്ലേ? പോവാം. ഓക്കെ. മണ്ണാർക്കാട്ട് നിന്ന് മാത്രമല്ല, വിനുസ്വാമി പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് നേരെ ഫസ്റ്റ് ദർശിക്കുന്നത് ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. എല്ലാ അമ്പലങ്ങളും കയറിയിട്ട് നമ്മുടെ സന്നിധാനം. ഏകദേശം ഗുരുവായൂരപ്പനെ ദർശനം കഴിഞ്ഞ് വണ്ടിക്കരികിലെത്തിയപ്പോൾ മുമ്മൂർത്തി ട്രാവൽസുകാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിയപ്പം ചായയും. നല്ല കിടിലം ഉണ്ണിയപ്പം, നല്ല സൂപ്പറായിട്ടുണ്ട്.
എല്ലാ സ്വാമിമാരും കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങുകയാണ് നമ്മൾ അടുത്ത അമ്പലത്തിൽ. കഴിച്ചോ? നമ്മളിപ്പോൾ കാണുന്നത് ഇതിലത്തെ ഗൈഡാണ്. ആ ഗൈഡ് ഏകദേശം ഓരോ അമ്പലങ്ങളിലെത്തുമ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ എന്താണ്, അവിടുത്തെ എന്തൊക്കെ മഹാത്മ്യം ഉള്ള കാര്യങ്ങളൊക്കെ അലോൺസ് ചെയ്യും. പിന്നെ ഇന്ന സ്ഥലങ്ങളിലെത്തണം. അപ്പോൾ സ്വാമിമാർക്കുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മൂപ്പര് ഗൈഡ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ഗൈഡിൻ്റെ പേരാണ് മണികണ്ഠൻ എന്നാണ് പേര്, മണികണ്ഠ സ്വാമി. സ്വാമി ശരണം. നമ്മളിപ്പോൾ പോകുന്നത് തൃപ്രാർ തേവറിൻ്റെ അടുത്തേക്കാണ്. ഇപ്പോൾ ഈ കാണുന്നത് ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് തൃപ്രാർ തേവർ കിഴക്കേക്കര ഗ്രാമം മൊത്തം വലം വയ്ക്കാൻ സ്വന്തം ഈ കാണുന്ന സ്വർണ്ണ പള്ളിയോളത്തിലാണ് പോകാറ്. ഈ കാണുന്ന ഈ ആറാട്ടുപുഴയിൽ മീനൂട്ട് നടക്കാറുണ്ട്. നമുക്കിന്ന് തേവരെ കാണാം. ശരണയ്യപ്പ. അപ്പോൾ നമ്മളുള്ളത് തൃപ്രാറിലാണ്. തൃപ്രാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ തൃപ്രാറിൽ അയ്യപ്പ സേവാ കേന്ദ്രമാണ് ഇവിടുത്തെ. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളിനി അടുത്തത് പോണത് കൊടുങ്ങല്ലൂരിക്കാണ്. അപ്പോൾ ഹലോ സ്വാമികളെ, നമ്മളെ പാലക്കാട്ടത്തെ ഏട്ടൻ്റെ കട കേട്ടോ, തൃപ്രാറിൽ വട ഉണ്ടോ? അടിപൊളി സാധനം. എന്ത് സ്വാമിയാ? പൊളി ചായ, പാലക്കാടൻ ചായ, ഒന്നും പറയാല്ല, അടിപൊളി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വാഹനത്തിനടുത്തേക്ക് വരിക. നമ്മുടെ രാത്രി ഭക്ഷണം ഇവിടെ നിന്നും നൽകുന്നതായിരിക്കും. സ്വാമി ശരണം. സ്വാമി ശരണമയ്യപ്പ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്മയുടെ ക്ഷേത്ര നടക്കിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദർശനം കിട്ടാൻ ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വന്നു. എന്നിട്ട് ദർശനം കിട്ടി ബസ്സിലേക്ക് പോകുന്ന വഴി സ്റ്റേജിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഭരതനാട്യമൊക്കെ കണ്ടു. എന്തോ ഇവിടെ പ്രത്യേക ദിവസമാണ്. ഇനി നമ്മൾ ആൾട്ട് ചെയ്യാൻ പോവുകയാണ്. രാത്രിയിലെ ഭിക്ഷ എന്ന് പറയുമ്പോൾ ഇഡ്ഡലി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചപ്പാത്തി കൊണ്ടവർക്ക് ചപ്പാത്തി, ഇഡ്ഡലിപ്പൊടി, നല്ല അടിപൊളി കിടിലം ചമ്മന്തി. ഓക്കെ, നല്ല ചമ്മന്തി ഉണ്ട്, അടിപൊളി. എരിവില്ലേ? പിന്നെ എരിവുണ്ടാവും. അതെ, എന്താ സംഭവം? സ്പെഷ്യൽ ഇഡ്ലിപ്പൊടി. ഇഡ്ലിപ്പൊടി ഓക്കെ, ഇതൊക്കെ മണ്ണാർക്കാട് തോന്നുന്നാവൂലേ? ഒക്കെ അവിടെ നിന്ന് മണ്ണാർക്കാട്ട്. ഭക്ഷണം കണ്ടായിരുന്നു കുറച്ചും കൂടെ മനസ്സിലായില്ല. ഭക്ഷണം ഉഷാറ്. ഇഡ്ഡലി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഡ്ഡലി, ചമ്മന്തി ഒക്കെ സൂപ്പറാണ്. സ്വാമിക്ക് എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം? സ്വാമി കുറ്റം ഒന്നും പറയാനില്ല സ്വാമി, എല്ലാം നന്നായിക്കാണ് സ്വാമിയായിട്ട്, നല്ല അടിപൊളി സ്വാമിയായിട്ട്. എല്ലാവർക്കും തൃപ്തിയായി, നമുക്കും തൃപ്തിയായി. ഇനി ഇതേപോലെ അടുത്ത പ്രാവശ്യം പറഞ്ഞ് എന്ന് ഉഷാറാണ്. അല്ല, ഉച്ചയ്ക്കുള്ള നമ്മുടെ 4 മണിക്കുള്ള ഉണ്ണിയപ്പം ചായ നന്നായിട്ട് സ്വാമി, ഉണ്ണിയപ്പം ഒന്നും കുറവൊന്നുമില്ല, ഒക്കെ നന്നായിട്ടുണ്ട് സ്വാമി. ഓക്കെ, ഇപ്പം അത്യാവശ്യം നമുക്ക് എല്ലാ വയറൊക്കെ ക്ലിയറായി, നല്ല സന്തോഷമായി സ്വാമി. ഓക്കെ. അതെ, അപ്പോൾ നമ്മൾ മോർണിംഗ് രാവിലെ ഉറങ്ങി എണീച്ച് അടുത്ത ദർശനത്തിലുള്ള അതെ, നമുക്ക് അതന്നെ നാളെ നമുക്ക് എല്ലാ ക്ഷേത്രം നമുക്ക് ദർശനം കിട്ടും. എവിടെ നാടവിടെ? ഇവിടെ ഗൂഡല്ലൂർ സ്വാമി. ഗൂഡല്ലൂർ മുമ്മൂർത്തി ട്രാവൽ. പിന്നെ ഈ മുമ്മൂർത്തി ട്രാവൽസിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? സ്വാമി എന്താ പറഞ്ഞാൽ നല്ല ഒരു നമുക്ക് സ്വാമിമാർ നല്ല കോപ്പറേറ്റ് നമുക്ക് എല്ലാം സഹകരിക്കുന്നുണ്ട്. ആരും വെറുപ്പും ദേഷ്യം കാര്യം ഒന്നുമില്ല സ്വാമി. എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഒരു അച്ഛനും അമ്മയും മക്കൾ പോലെ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. പിന്നെ ഡ്രൈവർ സ്വാമി നന്നായിട്ട് നമുക്ക് എല്ലാ കാര്യവും ചെയ്തു തരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല സ്വാമി. നമ്മൾ എന്താ പറഞ്ഞത് അതുപോലെ അവർ നമ്മൾ കോപ്പറേറ്റ് എല്ലാ കാര്യം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ട്രാവൽസ് വണ്ടിയാണ് സ്വാമി, കുഴപ്പമില്ല. സ്വാമിയെ ശരണയ്യപ്പ. അപ്പോൾ രാവിലെ ഏകദേശം വെളുപ്പാകാലം 2 മണിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മുമ്മൂർത്തി ട്രാവൽസ് 2 മണിക്ക് റെഡി ആവാൻ പറഞ്ഞു. സ്വാമിമാരെല്ലാവരും റെഡി ആയിരിക്കുകയാണ്.
ഇനി ഫസ്റ്റത്തെ ദർശനം ഇന്ന് നമ്മൾ നേരെ ചോറ്റാനിക്കര അമ്പലത്തിലേക്കാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മൾ. ഇന്ന് വൈകുന്നേരം ഏകദേശം സന്നിധാനത്ത് എത്തും. അപ്പോൾ നമുക്ക് പോവാം. ചേരണം സ്വാമി 2 മണിക്ക് നീച്ചിട്ട് 12 മണിക്ക് 12 മണി ഉറങ്ങിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ ന്യൂ ഇയർ ആയിട്ടില്ലേ, ഇവിടെ നിൽക്കുമ്പോൾ ദേവി നീച്ചിട്ടില്ല. 3:30 മണിക്കാണ് നീക്കുന്നത്. മുമ്മൂർത്തിക്കാർ 2 മണിക്ക് ഈ പറഞ്ഞ മാതിരി എണീച്ച് വരാൻ പറഞ്ഞു. നോക്കുമ്പോൾ ഒരു കട്ടനേണ്ട അടിച്ചാലോ, ഉറപ്പിക്കണം, കുടിക്കണം. ഇതാണ് ദേവിയുടെ മൂലസ്ഥാനം, പവിഴമല്ലിത്തറ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. നമ്മളിപ്പോൾ ഉള്ളത് ചോറ്റാനിക്കരയിലാണ്, കീഴ്ക്കാവിലാണ്. ഇനി നേരെ ബസ്സിലേക്ക് പോവാണ്, അടുത്ത ക്ഷേത്രത്തിലേക്ക്. എന്താ കുട്ടിസ്വാമി നോക്കണേ? അടുത്ത അമ്പലം ഏതാ? വൈക്കം. ആ, ഇവിടെ വൈക്കത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും വെള്ളിയിൽ നിർമ്മിച്ച നന്ദിപ്പശു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കടുത്തുരുത്തി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ശിവായ ഓം നമോ മഹേശ്വരായ. സ്വാമീശ്വരനയ്യപ്പ കേരളത്തിലെ ആദ്യത്തെ സൂര്യഭഗവാൻ ക്ഷേത്രമാണ് ഇത്. സ്വാമി ശരണയ്യപ്പ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂരപ്പനെ ദർശനത്തിനായി അകത്തേക്ക് പ്രവേശിക്കും. സ്വാമി ശരണയ്യപ്പ. അപ്പോൾ ഈ ഏറ്റുമാനൂർ വന്നു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണെഴുതണം എന്നാണ്. ഇവിടുത്തെ വിളക്കിൻ്റെ മഷി എടുത്തിട്ട് കണ്ണെഴുതുക, അതേമാതിരി പിരുകം തൊടുക എന്നാണ് ഏറ്റുമാനൂരപ്പൻ്റെ ഒരു ഐതിഹ്യം. എന്നാ സ്വാമി അങ്ങനെ ഓടിയിട്ട് കയറില്ലേ? ഭക്ഷണമല്ലേ? ഭക്ഷണം കടങ്ങൂരെത്തിയാൽ എവിടെ? കിടങ്ങൂർ. കടങ്ങൂരോ? എന്താ സ്പെഷ്യല്? സ്പെഷ്യല് സമ്മന്തിയാണ്. സമ്മന്തിയോ? അപ്പോൾ അതിക്ക് സമ്മന്തി മാത്രമേ ഉള്ളൂ? അത് പിന്നെ ഇഡ്ഡലി, ചട്നി, സാമ്പാർ, ചായ. പൊളിച്ചു. സ്വാമി ശരണയ്യപ്പ. അപ്പോൾ ഇത് കിടങ്ങൂർ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ഇപ്പോൾ ഈ തൂണ് വന്നിട്ട് നമ്മളെ കുറുന്തോട്ടിയുടെ പേരാണിത്. ഓക്കെ, എന്തല്ലേ അന്നത്തെ കാലത്തെ കുറുന്തോട്ടിയുടെ പേര് ഈ വണ്ണാണ്. സ്വാമിയെ, എവിടെ നിങ്ങൾ ചമ്മന്തി വീട്ടിലേക്ക് ഉണ്ട് പറഞ്ഞിട്ട്? ഉള്ളിക്ക് കയറിയാൽ മതി. അതെ, എന്നാ പോയിക്കോട്ടെ. അപ്പോൾ കിടങ്ങൂരിൽ നമ്മൾ ഇഡ്ഡലി കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ വന്നു എരുമേലിക്ക്. ഇപ്പോൾ എരുമേലി ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ എരുമേലിൽ പേട്ട തുള്ളാനുള്ള തിരക്കിലാണ്. അപ്പോൾ പേട്ട തുള്ളുമ്പോൾ നമ്മൾ ഈ വേഷവിധാനങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ തലയിൽ വെച്ചിരിക്കുന്നത് കന്നിസ്വാമികൾ ശരംകൊക്കെ വാങ്ങും, ശരം കുത്തി. ആ ശരം കുത്തി കാണാൻ നമുക്ക്. അപ്പോൾ നമ്മൾ എരുമേലിയിൽ എരുമേലി ശാസ്താവിനെയും ദർശിച്ച് നമ്മൾ നേരെ വാവനെ തൊഴുത് പേട്ട തുള്ളി നേരെ പമ്പയിലേക്ക് പോകണം. അമ്മ കൂടുതൽ സ്വാമിനാണ്. അപ്പോൾ ഈ കാണുന്നതാണ് എരുമേലി ശാസ്താവ്. നമ്മൾ നേരെ ശാസ്താവിനെ തൊഴുതുകൊണ്ട് ഇവിടെ എരുമേലി
പമ്പയിൽ പോയി നാളികേരം ഉടച്ചുകൊണ്ട് നമ്മൾ നേരെ വാവരിനെ തൊഴുത് പേട്ട തുള്ളി നേരെ അപ്പുറത്തുള്ള എരുമേലി ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് കുളി കഴിഞ്ഞ് നാളികേരം ഉടച്ച് നമ്മൾ നേരെ പോവുക പമ്പയിലേക്ക്. അപ്പോൾ എല്ലാവരും പേട്ടക്ക് തുള്ളി കുളി കഴിഞ്ഞ് ഫ്രഷായി. ഇനി നമ്മൾ നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് പോകണം. ബസ് ഇവിടെ നമുക്ക് മുമ്മൂർത്തി ട്രാവൽസ് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി വീട്ടിലാണ് ഫുഡ്. വിഭ്രസമൃദ്ധമായ നല്ല അടിപൊളി സദ്യ. എന്താ സ്പെഷ്യല്? എല്ലാം ഉണ്ട്. എല്ലാം മസാലക്കറി, ഉപ്പേരി, സദ്യയല്ലേ? പായസം ഉൾപ്പെടെയുള്ള പായസം, പാൽപ്പായസം. മസാല 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 മറ്റേ പേട്ടuള്ളിൽ നല്ല കളിയായിരുന്നു. സംഗതി സൂപ്പറാ. ഭക്ഷണം മസാലക്കറി സൂപ്പറാ, പൊളിച്ചു. പിന്നെ പായസം സംഗതി പായസം ഒന്നുമില്ലല്ലോ. അല്ല, മുമ്മൂർത്തിയുടെ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഗുരുവായൂർ മുതലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്വാമിമാർക്ക്? ഭക്ഷണം അടിപൊളിയാണ്. അത് നമ്മുടെ അതുപോലെ മുമ്മൂർത്തിയുടെ ദർശനം എങ്ങനെയാണ്? നന്നായിട്ടുണ്ട്. ഗ്രേഡുമാരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും നമ്മളെ സ്വാമി ആള് പറഞ്ഞിട്ടുണ്ടാവും ഈ മുമ്മൂർത്തിയുടെ പറഞ്ഞിട്ടില്ല സ്വാമിയെ? എല്ലാം എന്താണ് ഒക്കെ നല്ല ഉഷാറായിട്ടോ. അതിൽ ആരും കുറ്റം പറയാനൊന്നുമില്ല. നമോ നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമോ മഹേശ്വരായ ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമോ മഹേശ്വരായ ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമോ മഹേശ്വരായ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തേ. നാരായണ 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമസ്തേ. സ്വാമി ശരണം. അപ്പോൾ പമ്പയിലെത്തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുളി കഴിഞ്ഞ് നേരെ സന്നിധാനത്തേക്ക് നീലിമല കയറുന്നതാണ്. സ്വാമിമാരെല്ലാവരും ശരണം. അയ്യപ്പോ സ്വാമി അയ്യപ്പ അയ്യപ്പോ അയ്യപ്പോ അയ്യപ്പ ശരണം അയ്യപ്പ ശരണം അയ്യപ്പോ അയ്യപ്പോ. നല്ല തിരക്കുണ്ട് സ്വാമി. സ്വാമി സ്വാമി അയ്യപ്പോ 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 സ്വാമിയപ്പ ശരണമപ്പ ശരണമപ്പ സ്വാമി അയ്യപ്പോ 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 സ്വാമിയപ്പ. ഇന്നും സന്നിധാനത്തേക്ക് നമുക്ക് പമ്പയിൽ നിന്ന് കിടക്കാൻ നമുക്ക് ഈ പ്രത്യേക പാസ് ഉണ്ട്. നമ്മളെ ആധാർ കാർഡ് നിർബന്ധമായും കൊണ്ടുപോകണം. പമ്പ ഗണപതിനെ തൊഴുത് ഇവിടെ നാളികേരം മുടച്ച് നമ്മൾ നീലിമല കയറാൻ പോവുക. ഇതാ നിങ്ങൾക്ക് കാണാം, എയർപോർട്ടിൽ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് അത്യാവശ്യം ചെക്കിങ് ഒക്കെ ഉണ്ട്. നമ്മളിനി നേരെ നീലിമല അയ്യപ്പൻ്റെ മലയിലേക്ക് കയറാൻ പോകും. അത്രമേൽ വയ്യാത്ത ആൾക്കാർ പോലും
ട്രോളിയിലാണെങ്കിൽ പോലും, അതുപോലെ തന്നെ നടക്കാൻ കുറച്ചെങ്കിലും വയ്ക്കുന്ന ആൾക്കാർ പോലും വടി കുത്തിയിട്ടാണെങ്കിലും ഈ അയ്യപ്പനെ കാണാൻ അങ്ങോട്ട് നടന്നു പോകും. വടി കുത്തിയിട്ട് ആ ഒരു നോക്കൊന്ന് കാണാൻ, സങ്കടം പറയാൻ. വെള്ളം കുടിക്കണ്ടേ? കളച്ചു സ്വാമി സാറിന് നമ്മൾ കാരണപ്പാട് സ്വാമിയോ ഭയങ്കര കുത്തനാണ്. പക്ഷെ ഇതിലേറെ കുത്തനാണ് നമ്മളെ കരിമല. ഈ നീലിമല കയറി ഭയങ്കര ക്ഷീണമായിട്ട് വേർത്തിട്ടും ഒരു തുള്ളി വെള്ളം കിട്ടാനുള്ള ആ ഒരു കൊതി കൊണ്ടും ഒക്കെ ആകെ ക്ഷീണിച്ച് കയറി വരുന്ന സ്വാമിമാർക്കും കുട്ടി സ്വാമികൾക്കും ഇവിടെ മിഠായി വിതരണം, അതുപോലെ തന്നെ ചില ആൾക്കാർ വീശി കൊടുക്കാറുണ്ട്, തോർത്ത് കൊണ്ട് വെച്ചിട്ട് വീശി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ തന്നു ആ സ്വാമിമാർക്ക് എല്ലാവർക്കും മിഠായി കൊടുക്കാൻ വേണ്ടി. ഞാൻ എല്ലാവർക്കും മിഠായി കൊടുത്തു. അതുപോലെ തന്നെ കുട്ടി സ്വാമികൾക്ക് വരെ കൊടുത്തു. എള്ളുണ്ടൊക്കെ എടുത്തോ? അപ്പാച്ചി എത്തി, അപ്പാച്ചിക്കുഴി. പാച്ചിമേട് അയ്യപ്പ. ഇതാണ് പാച്ചിക്കുഴി. ഒരുപാട് അഗാധമാണ്, അഗാധമായ കുണ്ടാണ്. എന്തായാലും നല്ല തിരക്കാണ്. ഒരാളെ മിസ്സായി കഴിഞ്ഞാൽ കാണാൻ കിട്ടില്ല, അത്രയും തിരക്കാണ്. എന്തായാലും ഞാൻ കൂട്ടം തെറ്റി. എന്തായാലും ഞാൻ വിട്ടില്ല, ഞാൻ വീണ്ടും തുടർന്നു. ഇതാണ് ശബരിപീഠം. സ്വാമി ശരണം. 3 മണിക്ക് കയറിയതാണ് അവിടുന്ന് താഴത്തുനിന്നേ. ഭയങ്കര തിരക്കാണ്, ഭയങ്കര ക്യൂ. 3 മണിക്ക് കയറിയത് അവിടുന്ന് പമ്പേന്ന്. ഇപ്പൊ സമയം 10:30. ടാസ്ക്കാണ്. 11 മണിക്ക് കിട്ടുമെന്ന് വിചാരിക്കണു ദർശനം. கிடைக்காதா? பார்க்கலாம்ல. கிடைக்க சொன்னாங்க போலீஸ் சார் சொன்னாங்க, கிடைக்க சொன்னாங்க. ட்ரை பண்ணலாம். டாஸ்க் தான். സ്വാമി സ്വാമിയേ ശരണയ്യപ്പ. അപ്പൊ ശബരിമല തിരിക്കുകയാണ്. സ്വാമിയേ ശരണയ്യപ്പ. അപ്പോൾ എല്ലാവർക്കും ശബരിമല അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. സ്വാമി ശരണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. സ്വാമിയേ ശരണയ്യപ്പ.